പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരുഹൃദയ സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ വലിയ കൂട്ടായ്മയെ പിതാവായ ദൈവമേ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവിടെ മക്കളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണമേ. കുടുംബ ജീവിതങ്ങളെ സമാധാനത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും അനുഗ്രഹിക്കണമേ. എല്ലാ പൈശാചിക സ്വാധീനങ്ങള്, രോഗപീഠകള്, ഞെരുക്കങ്ങള്, തടസ്സങ്ങള്, പൈശാചിക കെട്ടുകള് അഴിച്ചു മാറ്റിക്കൊണ്ട് കർത്താവേ, ഈ മക്കളുടെ മേല്, ഇവിടെ കുടുംബങ്ങളുടെ മേല്, ജീവിതങ്ങളുടെ മേല് അങ്ങയുടെ ശക്തി തിരുഹൃദയ സ്നേഹത്തിൽ നിന്ന് പ്രകടമാക്കി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിലും യോസേപ്പ് പിതാവിന്റെ സാന്നിധ്യത്തിലും വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരുടെ വലിയ സംരക്ഷണത്തിലും സ്വർഗീയരുടെ എല്ലാ മധ്യസ്ഥതയിലും ഈ ഞങ്ങളുടെ കൂട്ടായ്മയെ, ഈ ശുശ്രൂഷയെ, ഈ പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകി. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണേ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഈ കൂട്ടായ്മയിൽ അനുഗ്രഹിച്ച് നമ്മുടെ മക്കളെ ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി കർത്താവിന്റെ തിരുഹൃദയ സ്നേഹത്തിൽ എല്ലാ വാഗ്ദാനങ്ങളും അനുഭവവേദ്യമാകത്തക്ക വിധം ജീവിക്കുവാൻ ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഈ ചാനല് നിങ്ങൾ അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഈ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് എത്തുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി നിങ്ങളോട് പറയുന്നു, നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ പ്രദക്ഷിണത്തിന്റെ വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഈ ദിവസങ്ങളിൽ തന്നെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഒരു വീഡിയോ ഒക്കെ ചെയ്ത് നമ്മുടെ വാഹനവും അതോട് ബന്ധപ്പെട്ട ശുശ്രൂഷയുടെ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും പെട്ടെന്ന് അത് നിങ്ങളിലേക്ക് എത്തിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നല്ല പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ അർത്ഥം ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ യാത്രയിൽ പങ്കുചേരാൻ ആഗ്രഹമുള്ള മക്കള് അച്ഛന്റെ പേഴ്സണൽ നമ്പർ 9846218133 അച്ഛന്റെ നമ്പറാണ്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു, അനേക മക്കള് കർത്താവിന്റെ സാന്നിധ്യത്തില്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തില്, ദേശാന്തരങ്ങളിലൂടെ, ഒത്തിരിയേറെ യാത്രകളിലൂടെ കർത്താവിന്റെ സാന്നിധ്യം എല്ലായിടത്തും വിളിച്ചിറക്കിക്കൊണ്ട് ശക്തമായ ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ അച്ഛൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും അച്ഛൻ അതിനു വേണ്ടി പ്രത്യേകം ക്ഷണിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ. എന്റെ ക്രമീകരണങ്ങള്, യാത്രകള്, സൗകര്യങ്ങള്, എന്റെ സാമ്പത്തിക മേഖലകള് എല്ലാം അതിന്റെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടണം. അതിനെല്ലാം വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കാം. ഇതുവരെ സഹായിച്ച അനേകം മക്കളുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മള് തിരുഹൃദയത്തിന്റെ 5ാമത്തെ വാഗ്ദാനം നമ്മൾ ഇന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഇവിടെ കർത്താവ് പറയാണ്, അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകും. തിരുഹൃദയ ഭക്തിയില് തിരുഹൃദയനാഥനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ആ സംരക്ഷണം ജീവിക്കുന്ന മക്കളുടെ എല്ലാ പ്രയത്നങ്ങളിലും കർത്താവ് പറയാ, എല്ലാ പ്രയത്നങ്ങളും ഞാൻ അനവധി അനുഗ്രഹങ്ങൾ നൽകും. ഓ, എന്ത് വലിയ അനുഗ്രഹം അല്ലേ! എല്ലാ പ്രയത്നം. ഇപ്പൊ ജോലി ചെയ്യുന്ന മക്കള്, പഠിക്കുന്ന മക്കള്, പരീക്ഷ എഴുതുന്ന മക്കള്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കള്, ബിസിനസ് നടത്തുന്ന മക്കള്, ഒത്തിരിയേറെ ജോലി മേഖലകളില് അല്ലെങ്കിൽ ഉദ്യമങ്ങളില്, സാമ്പത്തിക മേഖലകളില്, കൃഷിയിടങ്ങള്, അല്ലെങ്കിൽ വളർത്തു പറ്റിയ മൃഗാദികള്, ചില കടകള്, ഫാക്ടറികള്, ബിസിനസ് സ്ഥാപനങ്ങള്, ഓരോ പ്രസ്ഥാനം, എല്ലാ പ്രയത്നത്തിലും കർത്താവ് പറയാ, നിരവധി അനുഗ്രഹങ്ങൾ ഞാൻ നൽകും. പിന്നെ നമുക്ക് എന്താ വേണ്ട? ഈ വലിയൊരു വാഗ്ദാനം നമുക്ക് അവകാശപ്പെട്ടെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓരോ നമ്മുടെ മക്കള് പല പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട മക്കൾ, അനേക മക്കളുടെ പ്രയത്നങ്ങൾ ഫലമണിയുന്നില്ല. എന്ത് ചെയ്തിട്ടും ഗതി പിടിക്കുന്നില്ല. പലരും ഈ ദിവസങ്ങളിൽ പറഞ്ഞു, അച്ഛാ അത് ചെയ്തു, ഇത് ചെയ്തു, അത് നോക്കി, ഇത് നോക്കി, ആ ഇന്റർവ്യൂ, ആ കോഴ്സ്, ആ പഠനം, അത് ഇത്, പല പ്രയത്നങ്ങൾ ഫലമണിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ തിരുഹൃദയ ഭക്തിയിൽ നിൽക്കുന്ന മക്കൾക്കുള്ള വാഗ്ദാനമാണ്, അവന്റെ സകല പ്രവർത്തികളിലും
ഞാൻ അനവധി, കുറച്ചൊന്നുമില്ല, അനവധി അനുഗ്രഹങ്ങൾ ചൊരിയും. ഇത് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട്, ഈ തിരുഹൃദയ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, ആ തിരുഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു വാങ്ങണം. കർത്താവേ, ആ അനവധി അനുഗ്രഹങ്ങൾ എന്റെ പ്രയത്നം പോയിട്ട് പിടിക്കുന്ന മക്കള്, അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് മക്കള്, ഏതെങ്കിലും കോഴ്സുകൾ പഠിച്ച് അതിൽ പ്രയത്നിക്കുന്ന മക്കള്, ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്ന മക്കള്, ഏത് പ്രയത്നം ചെയ്താലും അതിലൊക്കെ അനവധി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ആ പ്രയത്നങ്ങളെ ഫലമണിയിക്കും നമ്മുടെ കർത്താവ്. കർത്താവിന്റെ അനവധി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാല് നോർത്തേക്ക് മക്കളെ, നമ്മളെല്ലാ പ്രയത്നങ്ങളിലും കർത്താവിന്റെ അനുഗ്രഹം ഫലദായകമാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ കർത്താവിനെ കൂടെ നിർത്തി തിരുഹൃദയ സംരക്ഷണത്തില്, ആ ആശീർവാദത്തില് നമ്മുടെ മക്കളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ എല്ലാ പ്രയത്നങ്ങളും ഈ തിരുഹൃദയ സ്നേഹത്തിൽ ഉറപ്പിക്കുക. അനവധി അനുഗ്രഹങ്ങൾ കൊണ്ട് കർത്താവ് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിച്ച് ഫലദായകമാക്കി മാറ്റും. ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ആരാധന പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പുതിയ ഈ പ്രയത്നത്തെ, ഒത്തിരി പ്രയത്നങ്ങളൊക്കെ കർത്താവ് ശക്തമായി ഇടപെടുന്നുണ്ട്. കർത്താവ് പ്രാർത്ഥി, കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകള്, ദിവ്യകാരുണ്യ യാത്രകള്, ജപമാല പ്രദക്ഷിണങ്ങള്, കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം വിളിച്ചിറക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പ്രയത്നങ്ങള്, നമ്മുടെ ശുശ്രൂഷകള്, ധ്യാനങ്ങള്, കൺവെൻഷനുകള്, നമ്മുടെ പ്രാർത്ഥനകള്, മക്കൾക്ക് പ്രാർത്ഥനകള്, ഇതെല്ലാം കർത്താവെ അനവധി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണം. നമ്മുടെ ഈ പ്രയത്നം മക്കൾക്ക് വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥന യത്നമാണ്, പ്രയത്നമാണ്. ഇതെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 29-ാം തീയതി ഞായറാഴ്ച നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ഒരിക്കല് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചുമായിരുന്നു. അതുപോലെ തന്നെ ഈ 29-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വിശുദ്ധ കുർബാനയോട് കൂടി ആരംഭിച്ച് വൈകിട്ട് 4 മണിക്ക് അവസാനിക്കുന്നത് പോലെ നമ്മൾ ഉപവാസ, ഒരു തപസ്, പ്രാർത്ഥന, യജ്ഞം, ഒരു വലിയ പ്രയത്നം, പ്രാർത്ഥനാ പ്രയത്നം എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിന്റെ സന്നിധിയില് തിരുഹൃദയനാഥന്റെ കൂടെ ഇരുന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധിക്കുന്ന എല്ലാ മക്കളും കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരിക എന്നാണ്. 29-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വിശുദ്ധ കുർബാനയോട് കൂടി ആരംഭിക്കും. അതിനുശേഷം പ്രാർത്ഥനകള്, നിയോഗങ്ങള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. 4 മണിക്ക് അവസാനിക്കും. അപ്പൊ മക്കളുടെ നിയോഗങ്ങള്, നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങള് പണ്ട് നടത്തിയ പോലെ തന്നെ എഴുതിക്കൊണ്ടുവന്ന് നമ്മള് അൾത്താരുടെ മുമ്പിൽ വെച്ച് ബലിപീഠത്തിൽ സമർപ്പിച്ച് ആരാധന മുമ്പിൽ, തിരുഹൃദയനാഥന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ജൂൺ മാസത്തിന്റെ ഈ ശുശ്രൂഷയുടെ എല്ലാ അഭിഷേകവും സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ എല്ലാവരെയും 29-ാം തീയതിയിലുള്ള ഈ മക്കൾക്ക് വേണ്ടിയുള്ള തിരുഹൃദയനാഥന് മുമ്പിലുള്ള ഈ ഉപവാസ പ്രാർത്ഥന യജ്ഞത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ദൈവികാനുസരണത്തില് നമുക്ക് ഈ 5-ാമത്തെ വാഗ്ദാനം സ്വന്തമാക്കാൻ വേണ്ടി നമ്മെ, നമ്മുടെ മക്കളെ, കുടുംബത്തെ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ കർത്താവേ, അങ്ങയുടെ തിരുഹൃദയ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഇന്നേ ദിനത്തില് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം, ഞങ്ങളെല്ലാ പ്രയത്നങ്ങളിലും അനവധി അനുഗ്രഹങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിക്കും എന്നുള്ള ആ വലിയ വാഗ്ദാനത്തിലേക്ക് കർത്താവേ, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ പ്രയത്നങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അനവധി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ പ്രയത്നങ്ങള്, അവരുടെ പഠനം, ജോലി, അവരുടെ ഭാവി ജീവിതം, കഷ്ടപ്പാട്, ഉദ്യമങ്ങള്, അവരുടെ ഇന്റർവ്യൂ, അവരുടെ പരീക്ഷകള്, അവരുടെ കഷ്ടപ്പാടുകള്, എല്ലാ പ്രയത്നത്തിലും കർത്താവേ, അങ്ങയുടെ അനവധിയായ അനുഗ്രഹങ്ങള് ചൊരിയുമെന്ന് പറഞ്ഞ വാഗ്ദാനം അങ്ങ് പൂർത്തീകരിക്കണമേ. അതിനായി കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളിലേക്ക്, അവരുടെ എല്ലാ പ്രയത്നങ്ങളിലേക്കും അങ്ങയുടെ നിരവധിയായ അനുഗ്രഹങ്ങള്, കൃപകള് ചൊരിഞ്ഞ് ഉന്നതമായ വിജയം നൽകി ഫലദായകമായ പ്രയത്നങ്ങളാക്കി മാറ്റി
ഞങ്ങളുടെ മക്കളുടെ എല്ലാ ഉദ്യമങ്ങളും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. അപ്പം കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രയത്നങ്ങള്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പ്രയത്നങ്ങള്, ജോലി, ബിസിനസ്, സാമ്പത്തിക മേഖലകള്, കഷ്ടപ്പാടുകള്, ഒത്തിരിയേറെ ഉദ്യമങ്ങള്, കർത്താവേ, ഞങ്ങളുടെ കൃഷിയിടങ്ങള്, ഉപജീവന മാർഗങ്ങള്, ബിസിനസ്സുകള്, കടകള്, എല്ലാം സാമ്പത്തിക മേഖലകളില് ഞങ്ങൾ ചെയ്യുന്ന ഉദ്യമങ്ങള്, പ്രയത്നങ്ങള് നല്ല മണിയട്ടെ. കർത്താവേ, എല്ലാ പ്രയത്നങ്ങളും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക്, അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും പൂർത്തീകരിക്കപ്പെടട്ടെ. അതുപോലെ തിരുഹൃദയ സ്നേഹത്തിൽ അങ്ങയെ ആരാധിച്ച് അങ്ങയെ വണങ്ങി അങ്ങയോടുള്ള ഭക്തിയിൽ, ബന്ധത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. അങ്ങനെ ഈ വലിയ വാഗ്ദാനം, ഈ അനുഗ്രഹങ്ങള് എല്ലാ പ്രയത്നങ്ങളിലും സ്വീകരിച്ച് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കർത്താവ് ഞങ്ങൾക്കിടയാകട്ടെ, ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ആ ഭാഗ്യം കാണാനും അനുഭവിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് 24-ാം ദിവസത്തിന്റെ എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിന്റെ പാരമ്യമായ തിരുഹൃദയത്തിലേക്ക് നമ്മെ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജപം. സകല നിക്ഷേപങ്ങളുടെയും ഭണ്ഡാകാരമായ ഈശോയെ, അങ്ങേ തിരുഹൃദയം മുൾമുടി ധരിച്ചതായി ഞാൻ കാണുകയാൽ തളർന്ന് ബോധരഹിതനാകാതിരിക്കുന്നത് എങ്ങനെ? എന്റെ ആയുസ്സും ശരണവും ആശ്വാസവുമായ ഈശോയെ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. എന്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾ അങ്ങേ തിരുഹൃദയത്തെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ സന്തോഷമായ ഈശോയെ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഹൃദയ കണ്ണുനീരാൻ എന്നിലുള്ള പാപ അശുദ്ധതകളെ കഴുകി അങ്ങേ തിരുസന്നിധിയിൽ കൃപ ലഭിക്കാൻ എനിക്കിട വരുത്തണമേ. ആമേൻ. കർത്താവേ, അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ അങ്ങേയറ്റ മുറിവുകളോട് ചേർത്ത്, വേദങ്ങളോട് ചേർത്ത് അങ്ങയുടെ വാഗ്ദാനം പൂർത്തീകരിക്കുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തിരുഹൃദയ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, എന്റെ പാപങ്ങളിന്മേൽ മനസ്താപപ്പെടുന്നതിന് കൃപ ചെയ്തരുളണമേ. മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മക്കളുടെ പാപങ്ങളിന്മേൽ മനസ്താപപ്പെടുന്നതിന് വലിയ കൃപ ചൊരിയണമേ. മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങളുടെ മേൽ മനസ്താപപ്പെടുന്നതിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരുടെ മേൽ കൃപ ചെയ്തരുളണമേ. സൽക്രിയ. നിന്റെ തർക്കദോഷങ്ങൾ ഏവയെന്നറിഞ്ഞ് അവയിൽ നിന്ന് ഒഴിയുവാൻ ഈശോയുടെ തിരുഹൃദയ അനുഗ്രഹത്തെ യാചിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വാഗ്ദാനം നമ്മൾ പൂർത്തീകരിക്കപ്പെടട്ടെ. അവിടുത്തെ പീഡാസഹനമേറ്റ, മുറിവേറ്റ, മുൾമുടിയാൽ തറയ്ക്കപ്പെട്ട ഹൃദയത്തിന്റെ സ്നേഹപാരമ്യം ആ തിരുഹൃദയത്തിലേക്ക് നമ്മയും നമ്മുടെ മക്കളെയും ചേർത്ത് പിടിക്കട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥനകളും ഈ കൃപകളും ഈ വാഗ്ദാനവും പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ
വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, നിരവധിയായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളുടെയും എല്ലാ പ്രയത്നങ്ങളിലേക്കും ആ ദൈവിക ശക്തി നിറച്ചുകൊണ്ട് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ കാര്യങ്ങളും ഉയർത്തി ഈശോയെ തൊട്ട്, തിരുഹൃദയത്തെ തൊട്ട് ഈ അനുഗ്രഹങ്ങൾക്കായിട്ട് യാചിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, നന്ദി യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ പ്രയത്നങ്ങളുടെ മേലും അങ്ങയുടെ അനവധിയായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ എല്ലാ പ്രയത്നങ്ങളും ഫലദായകമാക്കി തീർക്കുവാൻ ഇടയാക്കണമേ. കൃപ ചൊരിയണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ.